ബ്രിട്ടനിൽ പൊതുതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ജൂലൈ 4-ാം തീയതി ബ്രിട്ടീഷ് ജനത, UK ജനത പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടമായിട്ടൊന്നുമല്ല. വേണമെങ്കിൽ പോസ്റ്റൽ ബാലറ്റ് ചെയ്യാം, അല്ല എങ്കിൽ പ്രോക്സി വോട്ട് ചെയ്യാം, അല്ല എങ്കിൽ ജൂലൈ 4-ാം തീയതി പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം അവിടുത്തെ ഒരു വ്യവസ്ഥ അനുസരിച്ച്, നിയമവ്യവസ്ഥ അനുസരിച്ച് ബ്രിട്ടീഷ് പൗരന്മാർക്കുണ്ട്. എന്താണ് ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിനെ നമ്മൾ വളരെ ആകാംക്ഷയോടെ, ഉദ്വേഗത്തോടെ, താല്പര്യത്തോടെ കാണുന്നത്? നമുക്കറിയാമല്ലോ, ഇന്ത്യൻ വംശജനായ ഒരാളാണല്ലോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്. അതുകൊണ്ട് ഒരിക്കൽ സാമ്രാജ്യത്വ ശക്തിയായിരുന്ന ബ്രിട്ടൻ, സാമ്രാജ്യത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഇന്ത്യൻ വംശജനായ, ഇന്ത്യൻ പൗരനല്ല, ഇന്ത്യൻ വംശജനായ, ആഫ്രിക്കയിൽ പേരുകളുള്ള ഫാമിലിയിൽ നിന്നും വരുന്ന ഇളമുറക്കാരനായ ഋഷി സുനക് ഇപ്പോൾ പ്രധാനമന്ത്രി കസേരയിലാണ്. എന്നാൽ ഇത് ആവർത്തിക്കുമോ? ജൂലൈ 4-ന് ശേഷം ഋഷി സുനക്കിന് പ്രധാനമന്ത്രി പദത്തിൽ തിരിച്ചെത്താൻ ആവുമോ? ഋഷി സുനക് പ്രതിനിധാനം ചെയ്യുന്ന കൺസർവേറ്റീവ് പാർട്ടി, യാഥാസ്ഥിക കക്ഷി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ? ഇല്ല എന്നാണ് ഏതാണ്ട് എല്ലാ അഭിപ്രായ വോട്ടെടുപ്പുകളും സൂചിപ്പിക്കുന്നത്. അതിന് വിവിധങ്ങളായ കാരണങ്ങളുണ്ട്. കാരണം ഋഷി സുനക് ഒരു നാലാമത്തെ ഈ ടേമിലെ, 5 വർഷ പാർലമെന്റ് കാലാവധിയിലെ 2019 പാർലമെന്റിലെ 4-ാമത്തെ പ്രധാനമന്ത്രിയാണ്. തുരുതുര പ്രധാനമന്ത്രിമാരെ മാറ്റി വാഴിക്കേണ്ടി വന്ന ഒരു ഗതികേട് കൺസർവേറ്റീവ് പാർട്ടിക്കുണ്ട്. അത് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ്. അത് മാത്രമല്ല, ലേബർ പാർട്ടി ഏറെക്കാലമായി, മുഖ്യ പ്രതിപക്ഷമായ ലേബർ പാർട്ടി ഏറെക്കാലമായി ഈ അധികാരത്തിന് പുറത്തുമാണ്. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കൺസർവേറ്റീവ് പാർട്ടി ഇന്ന് വളരെ ദുർബലമായിരിക്കുന്നു. കൺസർവേറ്റീവ് പാർട്ടിയുടെ ട്രഡീഷണൽ അണികളുടെ ഒരു നല്ല ഭാഗം UK റിഫോം പാർട്ടിയിൽ ചേർന്നിരിക്കുന്നു. റിഫോം പാർട്ടി ഇപ്പോൾ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുകയാണ്. 2019 അങ്ങനെ ആയിരുന്നില്ല അവസ്ഥ. 2019 പുതിയതായി നേരത്തെ തുടങ്ങിയ, 2015 തുടങ്ങിയ റിഫോം പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിന് തയ്യാറായിരുന്നില്ല. പക്ഷെ അവർ ബ്രെക്സിറ്റ് പാർട്ടി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബ്രെക്സിറ്റ് പാർട്ടി, ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തു പോകണം എന്ന് വാദിക്കുന്നവരാണല്ലോ ബ്രെക്സിറ്റ്. അവിടെ ആ പാർട്ടിയുടെ നേതാവ് നൈജൽ ഫറാജ് ആണ് ബ്രെക്സിറ്റിന് വേണ്ടി ഏറെ ശബ്ദമുയർത്തിയത്. അവർ കൺസർവേറ്റീവ് പാർട്ടിയെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് കൂടിയാണ് അവർ സ്ഥാനാർത്ഥികളെ നിർത്താതെ ഇരുന്നത് കൊണ്ട് കൂടിയാണ് കൺസർവേറ്റീവ് പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിച്ചതും ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ സാധിച്ചതും. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. നൈജൽ ഫറാജ് മാറി നിൽക്കുന്നു. അദ്ദേഹം മിക്ക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. 650 പാർലമെന്റ് മണ്ഡലങ്ങളാണ് ബ്രിട്ടനിലാകെ ഉള്ളത്. അത് ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലും നോർത്തേൺ അയർലൻഡിന്റെ ഒരു ഭാഗത്തും വെയിൽസിലും, ഇത് 4 കൂടെ ചേരുന്നതാണല്ലോ യുണൈറ്റഡ് കിങ്ഡം. ഈ 4 ഇടങ്ങളിലും ഇതിൽ ഇംഗ്ലണ്ട് ഭാഗത്താണ് കൂടുതൽ നിയോജക മണ്ഡലങ്ങൾ. ഇംഗ്ലണ്ടിൽ പ്രമുഖ പാർട്ടി എക്കാലത്തും കൺസർവേറ്റീവ് പാർട്ടിയായിരുന്നു. സ്കോട്ടിഷ് നാഷണൽ പാർട്ടി സ്കോട്ട്ലൻഡിൽ പ്രബലമാണ്. അതുപോലെ തന്നെ വെൽഷ് നാഷണൽ പാർട്ടി വെയിൽസ് ഭാഗത്ത് പ്രകടനമാണ്. സിൻ ഫെയിൻ മുതലായ പാർട്ടികൾ നോർത്തേൺ അയർലൻഡിൽ പ്രധാനമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ, ഈ പ്രദേശങ്ങളിൽ എല്ലാം തന്നെ കൺസർവേറ്റീവ് പാർട്ടിക്ക് വീക്ക്നെസ് ഉണ്ട്. അത് മാത്രമല്ല, ഒരു ബ്രിട്ടന്റെ തെക്ക് ഭാഗം കൺസർവേറ്റീവ് പാർട്ടിയുടെ, ലണ്ടൻ ഉൾപ്പെടുന്ന തെക്കൻ മേഖല കൺസർവേറ്റീവ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്നു. ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഇതാ റിഫോം പാർട്ടി ഇരച്ചു കയറുകയാണ്. അവിടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ സീറ്റുകൾ നഷ്ടപ്പെടും. അതുപോലെ ബ്രിട്ടന്റെ കിഴക്കൻ തീരമേഖലയിൽ അവിടെയും റിഫോം പാർട്ടി ഇരച്ചു കയറുന്നു. അങ്ങനെ ഇപ്പോൾ നടന്ന അഭിപ്രായ വോട്ടെടുപ്പുകളിൽ എല്ലാം തന്നെ കാണുന്നത് ഋഷി സുനക് പുറത്തേക്കുള്ള വഴിയിലാണ്. വെറുതെ പുറത്തേക്കുള്ള വഴിയിലല്ല, ദയനീയമായ പരാജയം, ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട തോൽവിയായിരിക്കാം കൺസർവേറ്റീവ് പാർട്ടിയെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ മിക്ക സർവേകളും പറയുന്നത് 40 മുതൽ 46% വരെ വോട്ട് ഷെയർ ലേബർ പാർട്ടിക്ക് ഉണ്ടാകുമെന്നാണ് പ്രവചനം. കൺസർവേറ്റീവ് പാർട്ടിയുടെ വോട്ട് ഷെയർ 20 മുതൽ 26% വരെ താഴാം. അങ്ങനെ വരുമ്പോൾ സീറ്റുകളുടെ എണ്ണത്തിൽ 650-ൽ 456 സീറ്റുകൾ വരെ ലേബർ പാർട്ടിക്ക് ലഭിക്കും. 4-3 ഭൂരിപക്ഷമാണ് അവിടെ പ്രവചിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ കൺസർവേറ്റീവ് പാർട്ടി ഒരുപക്ഷെ 100 സീറ്റിനേക്കാളും താഴെ പോകാം. ചില സർവേകളിലൊക്കെ 70 സീറ്റിലേക്ക് കൺസർവേറ്റീവ് പാർട്ടി താഴെ പോകാമെന്ന് പറയുന്നു. ഒരു പക്ഷേ വേറെ ഏതെങ്കിലും പാർട്ടികൾ 2-ാം സ്ഥാനത്തേക്ക് വരുമോ എന്ന് പോലും പല മണ്ഡലങ്ങളിലും കൺസർവേറ്റീവ് പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു കാഴ്ചയും കാണുന്നു. ഇതെങ്ങനെയാണ് യൂറോപ്പിന്റെ ഭാവി രാഷ്ട്രീയത്തെ, ലോക രാഷ്ട്രീയത്തെ, ഇന്ത്യയുമായി ബന്ധത്തെ ബാധിക്കുന്നത് എന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. യൂറോപ്പ്
ഇപ്പോഴും ബ്രിട്ടൻ വേറിട്ട് ചിന്തിച്ച ഒരു രാജ്യമാണ്. യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ തന്നെ ബ്രിട്ടൻ ആദ്യം വിസമ്മതിക്കുകയും പിന്നീട് മനസ്സില്ലാ മനസ്സോടെ തന്നെ EUവിന്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്തത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് മാത്രമല്ല, ഈ കുടിയേറ്റം വലിയ തോതിൽ അഫക്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം. ബ്രിട്ടീഷ് ജനസംഖ്യയുടെ 10%-ലധികം ഏഷ്യൻ വംശജരായ ആളുകളാണ്. ആഫ്രിക്കൻ വംശജരുണ്ട് മറ്റൊരു 5-6%. ഒരുപക്ഷെ യൂറോപ്പിൽ ഏറ്റവും അധികം കുടിയേറ്റ ഭീഷണി നേരിടുന്ന, ഏഷ്യൻ ആഫ്രിക്കൻ കുടിയേറ്റ ഭീഷണി നേരിടുന്ന രാജ്യമാണ് ബ്രിട്ടൻ. ബ്രിട്ടന്റെ ഒരു സ്വത്വം, ഐഡന്റിറ്റി, വൈറ്റ് കൺട്രി എന്ന നിലയിലുള്ള ഒരു ഐഡന്റിറ്റി ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്ന ഭീതിയിലാണ് ഒരുപക്ഷെ കൺസർവേറ്റീവ് പാർട്ടിക്ക്, ഒരുപക്ഷെ യാഥാസ്ഥിക മനോഭാവമുള്ള ആളുകൾ, ഋഷി സുനക് ഇന്ത്യക്കാരനാണെങ്കിൽ പോലും കൺസർവേറ്റീവ് ചിന്താഗതിയുള്ള ആളുകൾ ഈ പറയുന്ന കൺസർവേറ്റീവ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന അതുകൊണ്ടാണ്. മതപുരോഹിതന്മാരുടെ പിന്തുണ, യാഥാസ്ഥിക മനസ്സുള്ളവരുടെ പിന്തുണ, വ്യവസായ ലോബിയുടെ പിന്തുണ, ഇതെല്ലാം തന്നെ ഇപ്പോൾ അപ്രസക്തമാകുന്ന ഒരു കാഴ്ച കാണുന്നു. ഇവിടെയാണ് യൂറോപ്യൻ യൂണിയനിൽ ഇപ്പൊ ലേബർ പാർട്ടി വിജയിച്ചു വന്നാൽ യൂറോപ്യൻ യൂണിയനിൽ പുനഃപ്രവേശനം സാധിക്കുമോ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരിക്കൽ പുറത്തു പോയാൽ അത്ര എളുപ്പമല്ല തിരിച്ചെത്തുക. 2000-ൽ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ പുറത്തുപോയി. അതാണല്ലോ ബ്രിട്ടീഷ് എക്സിറ്റ് ഫ്രം ദ EU, യൂറോപ്യൻ യൂണിയൻ. അത് ഇനി പുനഃസ്ഥാപിക്കുക ശരിയല്ല. ഇപ്പോൾ സ്വതന്ത്രമായ ഒരു പാതയിൽ ബ്രിട്ടീഷ് പൗണ്ട് ശക്തിപ്പെടുത്തി, ബ്രിട്ടീഷ് വ്യാപാരം, നേരിട്ടുള്ള കച്ചവടം മെച്ചപ്പെടുത്തി, യൂറോപ്യൻ യൂണിയനിലൂടെ അല്ലാതെയുള്ള മറ്റ് രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ സമ്പദ് വ്യവസ്ഥയിൽ ബ്രിട്ടൻ ഏറെ താഴെ പോയിരിക്കുന്നു. ദേശീയ വരുമാനത്തിലെ വളർച്ച വളരെ കുറവാണ്. GDP ഗ്രോത്ത് റേറ്റ് വളരെ കുറവാണ്. ഇന്ത്യ ലോക സമ്പദ് വ്യവസ്ഥയിൽ 5-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു. ബ്രിട്ടൻ വഹിച്ചിരുന്ന 5-ാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഇപ്പോൾ എത്തുകയാണ്. ഇന്ത്യക്കും താഴെയായി ബ്രിട്ടന്റെ ലോക സമ്പദ് വ്യവസ്ഥയിലെ സ്ഥാനം. ഇതൊക്കെ ഒന്ന് റിവൈവ് ചെയ്തെടുക്കാൻ ശക്തമായ ഒരു നേതൃത്വം നൽകാൻ ലേബർ പാർട്ടിക്കും അതിന്റെ നേതാവ് കെയർ സ്റ്റാമർ അദ്ദേഹത്തിനും കഴിയുമോ എന്നതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം. ഒരുപക്ഷെ അടുത്ത പ്രധാനമന്ത്രിയായി നമുക്ക് ഉറപ്പിക്കാവുന്നത് ഒരു ലേബർ നേതാവിനെയാണ്. അപ്പം കെയർ സ്റ്റാർമർ അദ്ദേഹം ബ്രിട്ടന്റെ അടുത്ത പ്രധാനമന്ത്രിയായി വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. അഭിപ്രായ വോട്ടെടുപ്പുകൾ വിശ്വസിക്കാമെങ്കിൽ നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ അഭിപ്രായ വോട്ടെടുപ്പുകൾ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ പോലും വലിയ തോതിൽ ഇറാറ്റിക് ആകുന്നത്, തെറ്റുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. സീറ്റ് പ്രൊജക്ഷൻസിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെയല്ല സംഭവിച്ചത് എന്ന് നമുക്കറിയാം. പക്ഷെ ബ്രിട്ടനിൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ ഒരു മൂഡ് നിലനിർത്തിയാൽ 2 ആഴ്ചക്കുള്ളിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കും. ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്തും. മറ്റു ചെറിയ കക്ഷികളുടെ സഹായമില്ലാതെ തന്നെ ലേബർ പാർട്ടിക്ക് ഭരണകൂടം ഉണ്ടാക്കാൻ, ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമാണ് ബ്രിട്ടനിൽ തെളിയുന്നത്. ഇന്ത്യ ബ്രിട്ടീഷ് ബന്ധം കുറച്ചുകൂടി ദൃഢമാകാനുള്ള സാധ്യതയുമുണ്ട്. ഋഷി സുനക് പുറത്തു പോകുന്നത് കൊണ്ട് മാത്രം ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധത്തിന് യാതൊരു ഉലച്ചിലും തട്ടാനില്ല. ലേബർ പാർട്ടി ഭരിച്ചപ്പോഴെല്ലാം തന്നെ ഇന്ത്യയുമായി ബന്ധം സുദൃഢമായിരുന്നു. ഒരു കാര്യം കൂടി ഓർക്കുക, ലേബർ പാർട്ടിയുടെ നേതാവ് ക്ലെമന്റ് ആറ്റ്ലി വിചാരിച്ചത് കൊണ്ട് കൂടിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം 47 ലഭിച്ചത്. കൺസർവേറ്റീവ് പാർട്ടി നേതാവ് 2-ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ വിജയത്തിലേക്ക് നയിച്ച വിൻസ്റ്റൺ ചർച്ചിൽ 45-ൽ യുദ്ധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ലേബർ പാർട്ടി ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ഒരു പ്രകടന പത്രിക വെച്ചു. ഞങ്ങൾ ജയിച്ചാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള കോളനികൾക്ക് സ്വാതന്ത്ര്യം നൽകും. ആ വാക്ക് ലേബർ പാർട്ടി പാലിച്ചു. അതുകൊണ്ട് ആ ലേബർ പാർട്ടിയോടും ലേബർ സംവിധാനത്തോടും ഇന്ത്യക്ക് എക്കാലത്തും വൈകാരികമായ ഒരു അടുപ്പമുള്ളത് കൊണ്ട് ലേബർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം ബ്രിട്ടനിൽ ഉണ്ടായാൽ ഇന്ത്യ ബ്രിട്ടീഷ് ബന്ധങ്ങൾ പൂർവാധികം ഭംഗിയായി നടക്കുമെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്.